യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ടത് ഇവിടെ ഒരു റീ എലക്ഷൻ നടത്തണം. സുരേഷ് ഗോപി ചെയ്യേണ്ടത്, അദ്ദേഹം ഇതുവരെ ഇതിനെ സംബന്ധിച്ചിടത്തോളം മൗനം പാലിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് ഈ ആക്ഷേപങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സത്യസന്ധമായ വിശദീകരണം നൽകുന്നതിന് വേണ്ടി കഴിയില്ല. ഈ വിദ്വാന്മാരാണ് പല വിഷയങ്ങളിലും മൗനം പാലിക്കുക. അങ്ങനെ നമ്മുടെ സുരേഷ് ഗോപിയും, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഒരു മഹാവിദ്വാനായി, ഒരു മഹാമുനിയായി. അങ്ങനെയാണ് മൗനം വിദ്വാനഭൂഷണം എന്ന് ചൊല്ലുണ്ടായതുപോലും. മാധ്യമപ്രവർത്തകരുടെ ഒരു ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാതെ ശാന്തനായി ഒരു മുനിയെപ്പോലെ ശാന്തമായ മുഖഭാവത്തോടു കൂടി പോലീസുകാരുടെയും BJP പ്രവർത്തകരുടെയും ഇടയിൽ കൂടി തൃശ്ശൂരിൽ ട്രെയിനിൽ വന്നിറങ്ങി അങ്ങനെ ശാന്തമായി നടന്നു പോകുന്ന കാഴ്ച അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. സ്പേസ് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇതുവരെയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സുരേഷ് ഗോപി സാറിൻ്റെ മഹാമൗനത്തെ പറ്റിയാണ്. വലിയ വിലപിടിപ്പുള്ള സ്വർണ്ണക്കിരീടം തൃശ്ശൂരിലുള്ള ഒരു പള്ളിക്ക് കാണിക്ക സമർപ്പിച്ച് ക്രിസ്ത്യാനികളുടെ മുക്കാവാശി വോട്ടുകളും കീശയിലാക്കി അങ്ങനെ കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് വിജയം കൈവശപ്പെടുത്തി ഇവിടുന്ന് യാത്രയായി കേന്ദ്രമന്ത്രിയായതാണ് നമ്മുടെ സുരേഷ് ഗോപി. അക്കാര്യം സുരേഷ് ഗോപി സാറിനും വളരെ വ്യക്തമായിട്ട് അറിയാം. പക്ഷെ അങ്ങനെ സ്വർണ്ണക്കിരീടം കൊടുത്തപ്പോഴും അദ്ദേഹത്തിനും BJP നേതാക്കൾക്കും ഒരു ചെറിയ സംശയം ഉണ്ടായിരുന്നു, ഇവരെ അങ്ങനെ വിശ്വസിക്കാവോ എന്ന്. കാരണം വലിയ പഴയ കോൺഗ്രസ് പാരമ്പര്യമുള്ളവരാണ്. അങ്ങനെ പെട്ടെന്ന് ഒരു സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് പിടിക്കുമോ, അതും BJPക്ക് എന്ന് സംശയം ഉണ്ടായിരുന്നുകൊണ്ട് ഒരു കാര്യം കൂടെ ചെയ്തു കളഞ്ഞു. കേരളത്തിലെ പല ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രമുഖമായിട്ടുള്ള BJPയുടെ നേതാക്കന്മാരടക്കം ചില അനുയായികളൊക്കെ കേരളത്തിൻ്റെ മറ്റ് ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന്, ആലത്തൂരിൽ നിന്ന്, മലപ്പുറത്ത് നിന്ന്, എറണാകുളത്ത് നിന്ന് എന്ന് വേണ്ട മറ്റു പല ഭാഗത്തു നിന്നും, പാലക്കാട്ട് നിന്നൊക്കെ തുടങ്ങി കുറേ മണ്ഡലങ്ങളിൽ നിന്ന് സുരേഷ് ഗോപിയോടുള്ള സ്നേഹം മൂത്ത് എങ്ങനെയെങ്കിലും സുരേഷ് ഗോപിയെ ജയിപ്പിക്കണം എന്നുള്ളൊരാഗ്രഹത്തോടു കൂടി അവർ വോട്ടങ്ങ് തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് മാറ്റിക്കൊടുത്തു. അവിടെ അങ്ങ് ചേർന്നു. കിട്ടിയ വീട്ടു നമ്പറിലൊക്കെ വോട്ടേഴ്സായി ചേർന്നു. വീട്ടുടമ പോലും അറിഞ്ഞില്ലത്രേ. അതൊക്കെ ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി വിവാദം വന്നതിൻ്റെ പുറകെ വന്ന വാർത്തകളാണ് കേട്ടോ. അങ്ങനെ ആ വാർത്തകളൊക്കെ കൂടി ആയപ്പോൾ പത്രപ്രവർത്തകർ ഈ സുരേഷ് ഗോപി സാറിനെ അങ്ങ് തേടി നടന്നു. കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കണമല്ലോ, ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണ്ടേ. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ആ സ്വർണ്ണക്കിരീടത്തിൻ്റെ കാര്യമൊന്ന് പറയാം. ക്രിസ്ത്യാനികളുടെ വോട്ടല്ലേ വാങ്ങി ജയിച്ചു പോയിരിക്കുന്നത്. അവരാണല്ലോ കൂട്ടത്തോടെ മറിച്ചു കൊടുത്തത്. അവർക്ക് പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അവർക്ക് അപ്പോൾ കാര്യങ്ങൾ നേടാൻ ആരുടെ കൂടെ കൂടിയാലാണ് സൗകര്യമെന്നാണ് അവർ നോക്കുന്നത്. അത് പണ്ടും അങ്ങനെയാണ്. 300 രൂപ റബ്ബറിന് വില തരികയാണെങ്കിൽ ഞങ്ങൾ ഒരു MP തരാം എന്ന് പറഞ്ഞ ഒരു പിതാവുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അവർക്കതൊന്നും കാര്യമില്ല. അവർക്ക് അവരുടെ കാര്യങ്ങൾ സുഖമായി നടന്നു പോകണം എന്ന വളരെ പാവപ്പെട്ട നിസ്വാർത്ഥമായ ഒരു കാര്യം വളരെ ഡിമാൻഡുള്ള ഒരു രാഷ്ട്രീയക്കാരോടും അവർക്ക് പ്രത്യേകിച്ച് മമതയില്ല. അത് BJPക്കാരോടും ഇല്ല. അങ്ങനെയാണ് സുരേഷ് ഗോപി സാർ ഇവിടുന്ന്, അതും പ്രത്യേകിച്ച് ഒരു BJP ടിക്കറ്റിൽ കേന്ദ്രത്തിലേക്ക് ജയിച്ചു പോകുന്നതും മന്ത്രിയാകുന്നതും. അപ്പോഴാണ് ബജ്രംഗ് ദളുകാർ ഛത്തീസ്ഗഡിൽ മലയാളികളായ 2 കന്യാസ്ത്രീകളെ കൂട്ടവിചാരണ നടത്തിയിട്ട് പോലീസുകാരെ ഏൽപ്പിച്ച് ജയിലിലടപ്പിച്ചത്. അപ്പം നമുക്ക് സുരേഷ് ഗോപി സാറിനോട് 4 ചോദ്യം ചോദിക്കണമെന്ന് നമ്മുടെ പത്രപ്രവർത്തകരൊക്കെ ആലോചിച്ച് ചെന്നപ്പോൾ സുരേഷ് ഗോപി സാറ് മൗനത്തിലാണ്. മൗനവ്രതത്തിലായിപ്പോയി. ഒരക്ഷരം ഉരിയാടുന്നില്ല, കണ്ടുകിട്ടുന്നില്ല എന്ന് പറയുന്നു. തൃശ്ശൂരിൽ നിന്നുള്ള ക്രിസ്ത്യാനികൾ ചിലർ എവിടെ ഞങ്ങൾ ജയിപ്പിച്ചു വിട്ട, ഞങ്ങളുടെ വോട്ടും വാങ്ങി ജയിച്ചു പോയ സുരേഷ് ഗോപി സാറ് എന്ന് ചോദിച്ചു അത്രേ. അങ്ങനെയും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് ഉടനെയാണ് തൃശ്ശൂരിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു വരവ്, തൻ്റെ മണ്ഡലത്തിലേക്ക്. അങ്ങനെ തൃശ്ശൂരിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവിടെ നേരിട്ട്
തൃശ്ശൂരിൽ ഇറങ്ങിയ ഉടനെ പിന്നെ നേരിട്ട് പോകുന്നത് എവിടേക്കാണ്? ഈ തലേ ദിവസം CPM-കാരും BJP-ക്കാരും തമ്മിൽ പൊരിഞ്ഞ തല്ല്. രാത്രി CPM-കാർ സുരേഷ് ഗോപി സാറ് വോട്ട് കൃത്രിമത്വം നടത്തി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മറ്റേ MP ഓഫീസിലേക്ക് ഒരു ജാഥ നടത്തി. അവിടെയൊക്കെ കരിയോയിലൊഴിച്ച് വൈകുന്നേരം BJP-ക്കാർ പ്രൊട്ടസ്റ്റ് മാർച്ച് അടിപിടി കലശലായി. കുറേ പേര് ആസ്പത്രിയിലായി. അത്രമാത്രം അടി കൂടുന്നൊന്നും നമ്മൾ TV കണ്ടില്ല കേട്ടോ. പക്ഷേ ഇവർക്ക് പരിക്ക് പറ്റിയെന്നാണ് പറയുന്നത്. അവരെങ്ങാനും ആസ്പത്രിയിലാണ്. അവരെ പോയി അങ്ങോട്ട് കാണാനായിട്ട് സുരേഷ് ഗോപി സാർ നേരെ ആസ്പത്രിക്ക് വിട്ടു. അപ്പോൾ ഈ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതിനുള്ള മറുപടി ഒന്ന് കേട്ട് നോക്കിയാലോ? ഇത്രത്തോളം സഹായിച്ചതിനും നന്ദി. നമുക്ക് കാണാം. അതൊക്കെ കഴിഞ്ഞ് മൂപ്പരൊരക്ഷരം പറയാതെ ഈ കൊമ്പും കൂലിനൊന്നും ഒരു മൈൻഡും ചെയ്യാണ്ട് മഹാമൗനത്തിൽ ശാന്തമായ രൂപത്തിൽ അങ്ങനെ ആസ്പത്രിയിൽ പോയി അവരെയൊക്കെ കണ്ട് സമാധാനിപ്പിച്ച് നേരെ MP-യുടെ ക്യാമ്പ് ഓഫീസിലേക്ക് ഒരു യാത്ര. ആ യാത്ര അവിടെ ചെന്ന് എന്താണ് സംഭവിച്ചതെന്നൊന്നും അറിയില്ല. വളരെ വേഗം തന്നെ വീണ്ടും പുറത്തേക്ക് വളരെ ശാന്തമായി. അതിൻ്റെ ഇടയിലും ഇവർ ചോദിക്കുന്നുണ്ട്, മാധ്യമപ്രവർത്തകർ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അദ്ദേഹം അതൊന്നുമില്ല, വലിയ മഹാമൗനത്തിലാണ്ട് കിടപ്പാണ്, ഒന്നും വിരിയാടുന്നില്ല. ഒരു മുനി എങ്ങനെയാകുമോ, ശാന്തമായ മുനിയുടെ മുഖഭാവം എന്താണോ അങ്ങനെ BJP നേതാക്കളുടെയും പോലീസുകാരുടെയും സംരക്ഷണയിൽ പതുക്കെ കാറിലങ്ങ് കയറി. അപ്പോൾ അന്തരീക്ഷത്തിൽ ഈ മാധ്യമപ്രവർത്തകർ ഉയർത്തിയ ചോദ്യങ്ങൾ അങ്ങനെ അലയടിച്ചു കൊണ്ടേയിരുന്നു. അവ എന്താണെന്ന് നോക്കണ്ടേ? ഒന്ന്, സുരേഷ് സാറും സാറിൻ്റെ കുടുംബവും ഒന്നടങ്കം ഇലക്ഷന് തൊട്ട് മുമ്പ് വോട്ടുകൾ തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് മാറ്റിയത് അനധികൃതമാണോ? രണ്ടാമത്തെ ചോദ്യം, താങ്കളുടെ ഡ്രൈവർ എങ്ങനെ തൃശ്ശൂർ മണ്ഡലത്തിൽ വോട്ടറായി? രണ്ട് വേണ്ടാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്ന കണ്ടില്ലേ. മൂന്നാമത്തെ ചോദ്യം, സമീപ മണ്ഡലങ്ങളിൽ നിന്നുള്ള നിരവധി BJP പ്രവർത്തകർ താമസമില്ലാത്ത വീട്ടു നമ്പറുകളിലേക്ക് കൂട്ടമായി വോട്ട് ചേർത്തുവോ? ആലത്തൂരിൽ നിന്നുള്ളൊരു നേതാവ് കുടുംബസമേതം ഇവിടെ വന്ന് വോട്ട് ചെയ്തില്ലേ? മലപ്പുറത്തു നിന്നൊരു നേതാവ് ഇവിടെ വന്ന് വോട്ട് ചെയ്തില്ലേ? ഇങ്ങനെ ശരങ്ങൾ വിടുകയാണ്. കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ടപ്പോൾ താങ്കൾ വലിയ മൗനത്തിലായിരുന്നു, എന്തെങ്കിലും പറയാനുണ്ടോ? ഇത്തരം ചോദ്യങ്ങളങ്ങനെ അലയടിച്ചുകൊണ്ടേയിരുന്നു. ആരുത്തരം പറയും? സുരേഷ് ഗോപി സാർ പറയില്ല കേട്ടോ. അത് അദ്ദേഹം ഒരു മൗനവ്രതത്തിലാണ് എന്നാണ്. ആ മൗനവ്രതം വെടിയാന്ന് നമുക്കറിയില്ല. ഇദ്ദേഹത്തിനെ ആരാണ് ഉപദേശിച്ചെന്നും നമുക്കറിയില്ല. അമിത്ഷയാണോ, നരേന്ദ്രമോദിയാണോ, രാജീവ് ചന്ദ്രശേഖറാണോ അറിയില്ല. എന്തായാലും രാജീവ് ചന്ദ്രശേഖർ ആകാൻ സാധ്യതയില്ല. കാരണം അദ്ദേഹം അതിലും വലിയ കുഴപ്പത്തിൽ ചാടുന്ന ആളാണ്. പണ്ട് സുരേഷ് ഗോപി സാറാണെങ്കിൽ മാധ്യമപ്രവർത്തകരുടെ ഒരുപാട് ചോദ്യശരങ്ങൾ കൊണ്ട് അല്ലാതെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് അദ്ദേഹം വളരെ കാര്യങ്ങളൊക്കെ പഠിച്ച് വളരെ ശാന്തി, വളരെ സമാധാനപൂർണ്ണം, ഒന്നിനോടും ഒരു ഉത്തരമില്ല, ഗംഭീരം. ഇതിൽ പരം എന്ത് വേണം? അദ്ദേഹം കാറിൽ കയറുമ്പോൾ വീണ്ടും ഞാനിങ്ങ് തൃശ്ശൂർ വരും, തൃശ്ശൂരങ്ങ് എടുക്കും എന്ന് മാധ്യമപ്രവർത്തകരോട് പറയാതെ യാത്രയായി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു.